ശ്രീലളിതാ സഹസ്രനാമസ്തോത്ര പഠനം 38 ഭാഗം. അമ്മേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 588 നാമമായി ശ്രീലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് ത്രികൂട എന്ന നാമമാണ്. ത്രികൂട എന്ന നാമത്തെപ്പറ്റി മുന്നും പരാമർശങ്ങളുണ്ടായിട്ടുണ്ട്. ദേവിയുടെ ശ്രീവിദ്യാമന്ത്രം അല്ലെങ്കിൽ പഞ്ചദശി മന്ത്രം എന്നറിയപ്പെടുന്ന മന്ത്രത്തെ 3ആയി വിഭജിക്കുന്നു. അതിലെ ആദ്യത്തെ 5 അക്ഷരങ്ങൾ ചേർന്ന പ്രഥമ കൂടമാണ് വാഗ്ഭവ കൂടം. രണ്ടാമതായി പിന്നീട് വരുന്ന 6 അക്ഷരങ്ങൾ ചേർന്ന മധ്യകൂടം അല്ലെങ്കിൽ കാമകൂടം. അവസാനത്തെ 4 അക്ഷരങ്ങൾ ചേർന്ന ശക്തികൂടം. ഈ 3 കൂടങ്ങൾ ചേർന്ന് അത് ദേവിയുടെ ശരീരം തന്നെയാകുന്നു എന്ന് നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ദേവിയെ ത്രികൂട എന്ന് വിളിക്കുന്നു. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം ഇവ ചേർന്ന ദേവിയെ ത്രികൂട എന്ന് വിളിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിൻ്റെ 3 മാർഗങ്ങളെയാണ് ഈ 3 കൂടങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. ജ്ഞാനമാർഗമാണ് വാഗ്ഭവകൂടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി കാമകൂടം അല്ലെങ്കിൽ മധ്യകൂടം ഭക്തിമാർഗത്തെ പ്രതിനിധീകരിക്കുന്നു. അവസാനമായി ശക്തികൂടം കർമ്മമാർഗത്തെ പ്രതിനിധീകരിക്കുന്നു. ദേവിയിലേക്ക്, ആ പരാശക്തിയിലേക്ക് എത്താനുള്ള 3 മാർഗങ്ങളെയാണ്, ആ ദേവിയിലൂടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള 3 മാർഗങ്ങളാണ് ഈ 3 കൂടങ്ങളും പ്രതിനിധീകരിക്കുന്നത്. ആ 3 കൂടങ്ങൾ ചേർന്ന ദേവി ത്രികൂട. 589 നാമമാണ് കാമകോടിക. കാമകോടി പീഠത്തിൽ അധിവസിക്കുന്ന ശ്രീലളിതാ ത്രിപുരസുന്ദരിയെയാണ് കാമകോടിക എന്ന് വിളിക്കുന്നത്. കാഞ്ചീപുരത്തെ കാഞ്ചി കാമകോടി പീഠത്തെ പറ്റി കേട്ടിരിക്കും. അത് ശങ്കരാചാര്യർ സ്ഥാപിച്ച ഒരു മഠമാണ്. ഈ കാമകോടി പീഠം എന്നുള്ളത് കൊണ്ട് സർവ ആഗ്രഹങ്ങളും നിവർത്തിക്കുന്ന, 1000 കോടി ആഗ്രഹങ്ങളായാലും അതെല്ലാം നിവർത്തിച്ചു തരുന്ന ശ്രീലളിത ത്രിപുരസുന്ദരി, ആ പീഠത്തിൽ വസിക്കുന്ന ദേവി ലളിതാംബിക. ഇനി കാമേശ്വരൻ ശിവനെയാണ് കാമേശ്വരനായി അറിയപ്പെടുന്നത്. ആ കാമേശ്വരൻ്റെ ഏകദേശ രൂപം അപാടെ എടുത്തിട്ടുള്ള ശ്രീലളിത ത്രിപുരസുന്ദരി. അങ്ങനെയാണല്ലോ അർദ്ധനാരീശ്വര സങ്കല്പം ഉണ്ടാവുന്നത്. ആ രീതിയിലും ദേവിയെ കാമകോടിക എന്ന് വിളിക്കാറുണ്ട്. 590 നാമമാണ് കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. ശ്രീ ലളിതാംബികയുടെ ഒരു കടാക്ഷത്തിൽ, ഒറ്റ നോട്ടത്തിൽ കോടിക്കണക്കിന് സേവകർ ദേവിയെ സേവിക്കാനെത്തുന്നു. ശിവന് ഭൂതഗണങ്ങളെന്ന പോലെ ദേവിയെ സേവിക്കാനായി കോടിക്കണക്കിന് സേവകരുണ്ട്. ദേവിയെ സേവിക്കുന്നത് സാക്ഷാൽ കമല തന്നെയാണ്, സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ് എന്നും പറയുന്നു. അപ്രകാരം ആജ്ഞാശക്തിയുള്ളവളാണ് ശ്രീലളിതാ ത്രിപുരസുന്ദരി. തൻ്റെ ഒറ്റ നോട്ടത്തിൽ ഒരു സൈന്യത്തെ തന്നെ സജ്ജീകരിക്കാൻ തക്ക ശേഷിയുള്ള, ആജ്ഞാശക്തിയുള്ള ശ്രീലളിതാ ത്രിപുരസുന്ദരി. അവളെ കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത എന്ന് വർണ്ണിക്കുന്നു. അടുത്തതായി 591 നാമം ശിരസ്ഥിത. ശിരസിലെ സഹസ്രാര ചക്രത്തിൽ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവൾ എന്നർത്ഥത്തിലാണ് ദേവിയെ ശിരസ്ഥിത എന്ന് വിളിക്കുന്നത്. ബ്രഹ്മജ്ഞാനം നൽകുന്ന മഹാഗുരുവായ ശ്രീലളിത ത്രിപുരസുന്ദരി നമ്മുടെ ജ്ഞാനം എപ്പോഴും ആത്മജ്ഞാനത്തിലേക്കും അവിടെ നിന്ന് ആത്മസാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്നതായിരിക്കണം നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം മുഴുവൻ. അതാണ് ആത്യന്തികമായി ജ്ഞാനം നേടുന്നതിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്നാണ് ഭാരതീയ തത്വചിന്തയിൽ പറയുന്നത്. ആ ആത്മജ്ഞാനത്തിലേക്ക്, ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന മഹാഗുരുവാണത്രേ ശ്രീലളിത ത്രിപുരസുന്ദരി. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. കേവലം ബിലേ അല്ലെങ്കിൽ നരേന്ദ്രൻ എന്ന ബാലനായിരുന്ന ആ കൊച്ചുകുട്ടി ലോകമറിയുന്ന വിവേകാനന്ദനായതെങ്ങനെയാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന ഉത്തമ ഗുരുവിനെ കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹം
ആത്മസാക്ഷാത്കാരത്തിലെത്തുന്നതും തൻ്റെ ഭൂമിയിലേക്ക് താൻ വന്നതെന്തിനാണ് എന്നുള്ള ആ ലക്ഷ്യം നിറവേറ്റുന്നതും ആ ഗുരുവിനെ കണ്ടെത്തുമ്പോഴാണ്. ഉത്തമ ഗുരുവിനെ കണ്ടെത്തലാണ് ഈ ജീവിത യാത്രയുടെ ലക്ഷ്യം തന്നെ. അപ്പോൾ ആ മഹാഗുരുവായി നമ്മുടെ ശിരസിൽ തന്നെ, ആ സഹസ്രാര ചക്രത്തിൽ തന്നെ നമ്മോടൊപ്പമുള്ള ശ്രീ ലളിത ത്രിപുര സുന്ദരി. 592 നാമമാണ് ചന്ദ്രനിഭ. ശിരസിലെ ചന്ദ്രമണ്ഡലത്തിൽ പ്രഭയോടെ ജ്വലിക്കുന്ന ശ്രീലളിത ത്രിപുര സുന്ദരി. യോഗയിലും അയ്യാവഴി സിസ്റ്റത്തിലൊക്കെയുള്ള 96 തത്വങ്ങളുടെ ഭാഗമാണ് 3 മണ്ഡലങ്ങൾ. അയ്യാവഴി സിസ്റ്റം പ്രകാരം ചന്ദ്രമണ്ഡലം ശിരസിലും തോളിലും, അഗ്നിമണ്ഡലം അടിവയറ്റിലും, സൂര്യമണ്ഡലം ഉദരഭാഗത്തുമായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ശിരസിലെ ചന്ദ്രമണ്ഡലത്തിന് നമ്മൾ ആകാശത്ത് കാണുന്ന ആ ചന്ദ്രൻ്റെ ഇരട്ടി പ്രഭയാണത്രേ. ആ പ്രഭയോടെ ജ്വലിക്കുന്ന ശ്രീലളിത ത്രിപുര സുന്ദരി. നാമം 593 ഭാലസ്ഥ. ഭാലം എന്നാൽ നെറ്റിത്തടം. നെറ്റിത്തടത്തിൽ അധിവസിക്കുന്നവൾ. ഇവിടെ പരാമർശം ആജ്ഞാചക്രത്തെ പറ്റിയാണ്. ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ വസിക്കുന്ന ശ്രീലളിത ത്രിപുര സുന്ദരി. ആജ്ഞാചക്രത്തിലെ കുണ്ടലിനി ശക്തിയായി അവിടെ നിലനിൽക്കുന്ന ശ്രീലളിത ത്രിപുര സുന്ദരി നമ്മുടെ അവബോധത്തിൻ്റെ കേന്ദ്രമാണ്. തൃക്കണ്ണ് തുറക്കുക, അതിലൂടെ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുക എന്നൊക്കെ പറയും. ആ അവബോധത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന, ഭാലസ്ഥയായി നിൽക്കുന്ന ശ്രീലളിത ത്രിപുര സുന്ദരി. അടുത്തതായി 594 നാമം ഇന്ദ്രധനുപ്രഭ. ഇന്ദ്രധനുസ് മഴവില്ല്. ആ മഴവില്ലിൻ്റെ കാന്തിയുള്ളവൾ, ശോഭയുള്ള ശ്രീലളിത ത്രിപുര സുന്ദരി. നമ്മൾ യാഗിനി ദേവിയെപ്പറ്റി, സഹസ്രാര ചക്രത്തിൻ്റെ അധിപതിയായ യാഗിനി ദേവിയെപ്പറ്റി സർവവർണ്ണങ്ങളിലും ശോഭിക്കുന്നവൾ എന്ന് പറയണ്ടായി. ആ വിധത്തിൽ മഴവില്ലിൻ്റെ കാന്തിയോടെ ശോഭിക്കുന്ന ഇന്ദ്രധനുപ്രഭയായ ശ്രീലളിത ത്രിപുര സുന്ദരി. 596 നാമം രവിപ്രഖ്യ. എന്നാൽ സൂര്യൻ്റെ തേജസ്സുള്ളവൾ, സൂര്യമണ്ഡലത്തിൽ അധിവസിക്കുന്നവൾ. എവിടെയാണ് ഈ സൂര്യമണ്ഡലം ഉള്ളത്? അനാഹതാചക്രത്തിലെ സൗരോർജത്തെ സൂചിപ്പിക്കുന്ന സൂര്യമണ്ഡലത്തിൽ വസിക്കുന്നവൾ. ഈ സൂര്യചക്രത്തെ ഹൃദയചക്രം എന്നും പറയാറുണ്ട്. ഇത് അനാഹത ചക്രത്തിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് യോഗയിൽ പറയുന്നത്. ഇവിടെ സൂര്യൻ്റെ ഊർജത്തെ ആഗിരണം ചെയ്യുന്നത് ഈ ഹൃദയചക്രം അല്ലെങ്കിൽ സൂര്യചക്രമാണ് എന്ന് പറയുന്നു. അവിടെ 1000 സൂര്യന്മാരുടെ പ്രഭയോടെ വർത്തിക്കുന്ന ശ്രീലളിത ത്രിപുര സുന്ദരി. 597 നാമമാണ് ത്രികോണാന്തര ദീപിക. പരസ്പരം കോർത്തിട്ടിരിക്കുന്നത് പോലെ 9 ത്രികോണങ്ങൾ ചേർന്നതാണ് ശ്രീചക്രം അല്ലെങ്കിൽ ശ്രീയന്ത്രം. ആ ശ്രീചക്രത്തിൻ്റെ നടുവിലെ പ്രകാശമായവൾ, അതിൻ്റെ നടുവിലെ ബിന്ദുവിൽ അഗ്നിമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ലളിത ത്രിപുര സുന്ദരിയാണ് ത്രികോണാന്തര ദീപിക. ആ ത്രികോണത്തിന് നടുവിലെ ആ അഗ്നിയായി ജ്വലിക്കുന്ന ആ പ്രകാശമായ ശ്രീ ലളിത ത്രിപുര സുന്ദരി. 198 നാമമാണ് ദാക്ഷായണി. ദക്ഷപ്രജാപതിയുടെ മകളായ സതീദേവി തന്നെയായ ശ്രീലളിത ത്രിപുര സുന്ദരി. 599 നാമം ദൈത്യഹന്ത്രി. ആസുരിക ഭാവങ്ങളെ ദേവി ഹണ്ടാസുരനെ നിഗ്രഹിച്ചു, ചണ്ഡമുണ്ടാദികളെ നിഗ്രഹിച്ചു, നിശുംഭന്മാരെ നിഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ പറയണ്ട. അപ്പോൾ അസുരൻ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ആസുരിക ഭാവങ്ങളെ, ക്രോധം, അസൂയ, കുശുമ്പ്, കൊനിഷ്ഠ, ഈ വക ആസുരിക ഭാവങ്ങളെ നശിപ്പിക്കുന്നവളായതിനാലാണ് ദേവിയെ ദൈത്യഹന്ത്രി എന്ന് വിളിക്കുന്നത്. നാമം 600 ദക്ഷയജ്ഞ വിനാശിനി. ദക്ഷപ്രജാപതി ബ്രഹ്മാവിൻ്റെ പുത്രനും സതീദേവിയുടെ പിതാവുമാണ് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ദക്ഷപ്രജാപതിയുടെ ബൃഹസ്പതിഷ്ടവയജ്ഞത്തിൽ മകളായ സതിയെയും മരുമകനായ ശിവനെയും ക്ഷണിക്കാതിരുന്ന ദക്ഷൻ ആ യാഗത്തിന് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തുന്ന സതീദേവിയെ അപമാനിക്കുന്നു. ഇതിൽ മനംനൊന്ത സതി ആ യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്യുന്നു.
കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെ തുടർന്ന് ആ യാഗസ്ഥലത്തെത്തുന്ന ശിവഭൂതഗണങ്ങൾ ആ യാഗസ്ഥലത്തെ മുച്ചൂടും മുടിക്കുന്നു. തുടർന്ന് സതിയുടെ വെന്ത ശരീരവുമായി ശിവഭഗവാൻ താണ്ഡവമാടുകയും പ്രപഞ്ചത്തെ ഒന്നാകെ നശിപ്പിക്കുന്ന ഒരു ഘട്ടം വരെയും എത്തുന്നു. ഈ വിധത്തിൽ ദക്ഷയജ്ഞത്തിന് നാശം വരുത്തിയ സതി എന്നർത്ഥത്തിലാണ് ദേവിയെ ദക്ഷയജ്ഞ വിനാശിനി എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ 600 നാമങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇനി തുടർന്നും പഠിക്കാനുള്ള അവസരം ദേവി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.